ഹായ് ഗായ്സ്, ബിരിയാണി എന്നാൽ നല്ലൊരു പൂതി വന്നേരം ഒന്നും നോക്കിയില്ല, വേഗം വിട്ട് കടയ്ക്ക്. ഇക്കാനോട് സാധനം വാങ്ങുമെന്ന് വെച്ചിട്ട് ഇക്ക പറഞ്ഞ് എനിക്കൊരു വൈക്ക് പോകാണ്ട് ഇജ്ജന്നെ പൊയ്ക്കാണ്, അടുത്ത് കട ഉണ്ടല്ലോ, എന്തിനാ പൊയ്ക്കാനെ കാത്തു നിന്നിട്ട്. ഞാനും എമ്മിലങ്ങ് നീട്ടി അങ്ങ് നടന്നു. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഓന് ഒരു വാക്കിലാണ് വരുന്നത്, മുട്ടായി വാങ്ങിത്തരാമെങ്കിൽ മാത്രം ഞാൻ വരുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഓന് വരും, അത് വേറെ കാര്യം. അങ്ങനെ പോയി ചിക്കനും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. 200 ചിക്കനൊന്നും ഒന്നുമില്ല. കാക്ക പറഞ്ഞ് 200 ഒന്നും കുറച്ചുള്ളൂ മോളെ, ആയിക്കോട്ടെ എന്ന് ഞാനും. ഞങ്ങൾ മൂന്നാൾക്ക് എന്തിനാ അപ്പോൾ കുറേ ചിക്കന്. അങ്ങനെ വേഗം വന്നിങ്ങനെ ചിക്കൻ പരത്തി. അതിൻ്റെ ഇടയിൽ ഒരു 3 മുട്ടായി ഓൻ വാങ്ങിയിട്ടുണ്ട് ഉമ്മച്ചിക്ക്. എന്നിട്ട് ഉമ്മച്ചിക്ക് ഇവിടെ എത്തിയാലും ചോദിച്ചാൽ പറഞ്ഞാൽ ഉമ്മച്ചിക്ക് തൊണ്ടവേന ഒരു മുട്ടായി എന്ന് പറഞ്ഞു. ഏതപ്പോൾ എൻ്റെ മോനല്ലേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേഗം വന്നിട്ട് ഓനൊരു സോനനെ കാണണം ഉമ്മച്ചിയായിട്ട് വിളിച്ചതാണ്. ഇതാണ് ഓൻ പറഞ്ഞ സോന. ഏതപ്പോൾ ഓന് പിന്നെ ആ സോനനെ കണ്ട് എന്നാൽ ശരിയാവില്ല വെച്ച് വേഗം വന്ന് അടുക്കളയിൽ ഒന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു. പിന്നെ എല്ലാം അരിഞ്ഞ ക്ഷീണത്തിൽ ഒരു പാൽച്ചായ ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് പണിയെടുക്കുമ്പോൾ ക്ഷീണം വരും, എന്താണാവോ, ഇതെന്തെങ്കിലും അസുഖമാണോ. അങ്ങനെ വേഗം വന്നുകൊണ്ട് ഒരു പാൽച്ചായ ഉണ്ടാക്കി. എംലൂസിന് പാൽച്ചായയും ബിസ്ക്കറ്റും കൊടുത്തു. ഞാൻ വെറും ചായ കുടിച്ചു. ചായ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ വേഗം വന്നുകൊണ്ട് ചിക്കൻ വറുത്തു. ചിക്കൻ വറുത്ത് വേഗം മസാലയൊക്കെ കൂട്ടി. എനിക്ക് റൈസ് ഉണ്ടാക്കുന്ന കാര്യം ഡൗട്ടാണ്. അവിടെ ഉണ്ടാകുമ്പോൾ ഉമ്മയാണ് റൈസ് ഉണ്ടാക്കല്, ഞാൻ മസാല ഉണ്ടാക്കല്. ഇത്തവണ ഞാൻ രണ്ടുപ്പരം ഉണ്ടാക്കാൻ വെച്ചാൽ എന്നാലും ഞാൻ റൈസ് ഉണ്ടാക്കലുണ്ട് ഒരു ഇത്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.